മക്കളെ സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് വെയിറ്റേജ് ഉള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 6 മാർക്ക് എന്തായാലും കിട്ടും. സോ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളോട് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താ ഒന്നുമില്ല XYZ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ഇല്ലേ? യെസ്, അത് തന്നെ, അത് ചോദിക്കാറുണ്ടല്ലോ. സോ ആ ഒരു 6 മാർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ ഇതിന്റെ മുന്നത്തെ മെട്രിക്സിന്റെ വീഡിയോ കണ്ട് ആ ഒരു 6 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാവും സാറിന് അറിയാം. ഇത് കാണാത്ത ആൾക്കാർ നിർബന്ധമായിട്ടും മെട്രിക്സിൽ ചോദിച്ചാൽ ആ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. റെഡിയല്ലേ? സോ ഈ ഒരു ചാപ്റ്ററിൽ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ 6 മാർക്ക് നമ്മൾ ഇതാ ഉറപ്പിക്കാൻ പോവാ. റെഡിയല്ലേടാ? സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ പോവാ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ? സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. സോ മെട്രിക്സ് എന്ന് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മെട്രിക്സിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കണ്ട, ഇത് ഡിറ്റർമിനന്റ് ആണ്, ബട്ട് മെട്രിക്സിന് നല്ല റോൾ ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ചാപ്റ്ററിൽ മക്കളെ നമുക്ക് എന്തായാലും ഈ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും ഉണ്ടാവും. ഇത് ചോദിക്കാത്ത ഇയേഴ്സ് ഇല്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സാറ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം. സോ ക്വസ്റ്റ്യൻ ഇതാ നോക്കടാ, മാർച്ച് 2023 6 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് സാർ ഇവിടെ കൊടുത്തത് കേട്ടോ. സോ സാർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കൊണ്ട് കുറേ കാര്യങ്ങൾ സാർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നോക്കടാ, എന്താ ക്വസ്റ്റ്യൻ എന്താ? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഇതിനാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമ്മോട് പറഞ്ഞ കാര്യം എന്താ? ഇത് സോൾവ് ചെയ്യാനാണ് ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, മൊത്തം 6 മാർക്കൊക്കെ ഉണ്ടാവുക. ബട്ട് ഇവിടെ ഒരു 3 പാർട്ടായിട്ട് ഒരു ചോദിച്ച്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിനെ നിങ്ങൾ AX = B എന്നുള്ള ഫോമിൽ എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ A ആരാണ്, X ആരാണ്, B ആരാ എന്ന് നമുക്കറിയണ്ടേ? ആരാടാ A? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻ മെട്രിക്സ് ഇല്ലേ? ഇവിടുത്തെ കോഎഫിഷ്യൻസ് ഏതൊക്കെ? 3 ഉണ്ട്, -2 ഉണ്ട്, 3 ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് റോ ആയിട്ട് ചെയ്താൽ നെക്സ്റ്റ് ആരാ? 2 ഉണ്ട്, ഒരു Y അല്ലേ, ഒരു Z അല്ലേ, ബട്ട് മൈനസ് ആണല്ലേ. സോ 2 1 -1. ഇവിടെ 4 -3 2. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോഎഫിഷ്യൻ മെട്രിക്സ് ക്ലിയർ അല്ലേ? സാർ എഴുതി കാണിച്ചല്ലോ, സാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി X എന്ന് പറഞ്ഞാൽ X എന്ന് പറഞ്ഞാൽ അൺനോൺ വാല്യൂസ്, അൺനോൺ ആൾക്കാരല്ല നമ്മൾ പൊതുവെ X വിളിക്കുക. ഇവിടെ 3 ആൾക്കാരുണ്ട്, അതായത് ക്യാപിറ്റൽ X എന്ന് വിളിച്ചത് ഈ 3 ആൾക്കാരൊക്കെ X Y Z, ഈ 3 ആൾക്കാർ. ബട്ട് ഇവരെ നമ്മൾ റോ മെട്രിക്സ് അല്ല കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇതിനാണ് നമ്മൾ റോ മെട്രിക്സ് വിളിക്കുക, ഇങ്ങനെ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോളം. അതായത് ഒരു റോ മാത്രമാണെങ്കിൽ അത് റോ മെട്രിക്സ്, ഒരു കോളം മാത്രമാണ് കോളം മെട്രിക്സ്. സോ ഈ എക്സും ബി ഒക്കെ കോളം മെട്രിക്സ് ആണ്. ലെറ്റ് സി, നമുക്ക് കാണാം. സോ ബി ആരടാ? ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിസൾട്ട് വാല്യൂസ് 8 1 4 ഈക്വൽ ടു അതർ സൈഡിലുള്ള വാല്യൂസ്. സോ മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് കാണില്ല, ഡയറക്റ്റ് സോൾവ് ദി സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ എക്സാമിന് ഷുവറാ, 100% ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവറാ. സോ നോക്കടാ, അപ്പോൾ നമ്മൾ 3 ആൾക്കാരെ റെഡിയാക്കി വെക്കണം അല്ലേ? ആരൊക്കെ? A വേണം, X വേണം, B വേണം. സാർ ഇതാ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി Aയും Xും B റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കടാ, A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആളാരാ? 3 -2 3, then 2 1 -1. നോക്കടാ, 3 -2 3 2 1 -1. then ലാസ്റ്റ് ചെയ്ത ആൾ 4 -3 2 ആണ്. ആ 4 -3 2 ഇവിടെ അവൈലബിൾ ആണ്. സോ അൺനോൺ വാല്യൂസ് ഇവിടെ Xും Yയും Zും ഉണ്ട്. 2 ആളാണെങ്കിൽ നിങ്ങളൊരു എന്താണ് 2 എലമെന്റ്സ് കൊടുത്താൽ ഇവിടെ 3 ആൾക്കാരുണ്ട്, ഈ കോളത്തിൽ 3 ആൾക്കാരുണ്ട്, 3 ആൾക്കാരുണ്ടല്ലേ? 8 1 4 3 അൺനോൺസ് ഉണ്ടല്ലോ. ആൻഡ് ഫൈനലി അൺനോൺ ആയിട്ട് 3 ആൾക്കാർ XYZ അതും എഴുതി. ഇത് രണ്ടും കോളം മെട്രിക്സ് ആണ് സാറ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സോ നോക്കടാ, ഒന്നാമത് അവർ ചോദിച്ചെന്താ? ഒന്നാമത് നമ്മളോട് ചോദിച്ചെന്താ? AX = B എന്നുള്ള ഫോമിൽ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനാ. ഇപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എക്സ്പ്രസ് ചെയ്താൽ മതി. A ഉണ്ട്, X അല്ലേ? നമുക്ക് A കിട്ടി, X കിട്ടി, B കിട്ടി. സോ ജസ്റ്റ് എക്സ്പ്രസ് ആസ് ഇൻ ദ ഫോം. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, AX = B എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക. A ഉണ്ട്, X ഉണ്ട്, B ഉണ്ട്. സോ AX = B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഒന്നുമില്ല. A എന്ന് പറഞ്ഞാൽ ആരാ? 3 -2 3, then ആരാ? 2 1 -1, then ആരാ? 4 -3 2. ക്ലിയർ അല്ലേ? A ആയി. X ആരാടാ? XYZ ഈക്വൽ ടു B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 814. ക്ലിയർ അല്ലേ? അടാ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. NCERT നമ്മൾ സോൾവ് ചെയ്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നോക്കട്ടെ, NCERT ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് എക്സാം ചോദിക്കാറ് കേട്ടോ. സോ AX = B എന്നുള്ള ഫോമിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് AX = B എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്ത്. ഇനി രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത് ചോദിച്ചത് നമ്മുടെ അഡ്ജോയിന്റ് കാണാനാ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്താണ് അഡ്ജോയിന്റ്? നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ പറഞ്ഞേ. അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താ? കോഫാക്ടർ മെട്രിക്സ് എടുക്കും, അതിൻ്റെ ട്രാൻസ്പോസ് അല്ലേ? ഇത്രേ ഉള്ളൂ അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ. അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ എന്താ? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അതിനാരെ ഈ കോഫാക്ടർ മെട്രിക്സ്? കോഫാക്ടർ മെട്രിക്സ് പറഞ്ഞാൽ കോഫാക്ടേഴ്സിനെ മൊത്തം മെട്രിക്സ് ആയിട്ട് ചെയ്താ. അപ്പൊ ആരെ ഈ കോഫാക്ടർ? അപ്പൊ മൈനറും ആണല്ലേ? മൈനറിന്റെ സൈന് കൊടുക്കുമ്പോഴല്ലേ നമ്മൾ കോഫാക്ടർ ഇട്ട സാറ് കാണിച്ചു തരാം. സോ അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടു ഫൈൻഡ് അഡ്ജ് A. സാർ ഇവിടെ വേഗം എഴുതാൻ പോട്ടോ.
ടു ഫൈൻഡ് അഡ്ജ് എ നമുക്ക് എന്തൊക്കെ വേണം? മൈനേഴ്സ് വേണം, അതേപോലെ കോഫാക്ടേഴ്സ് വേണം, അതേപോലെ കോഫാക്ടർ മെട്രിക്സ് വേണം. ഇയാളെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? അഡ്ജോയിന്റ് കിട്ടുക. സോ ഇത്രയും ലെങ്തി പ്രൊസീജിയർ ആണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലെങ്തി പ്രൊസീജിയർ ആണ്. ബട്ട് 6 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ആകെ നിങ്ങൾക്ക് അറിയേണ്ട റൂള് 2/2 മെട്രിക്സ് സോൾവ് ചെയ്യാറുണ്ട് മതി. അത് അറിയാത്ത ആൾക്കാർക്ക് സാർ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. സോ നോക്കടാ, സോ അഡ്ജോയിന്റ് കാണാൻ വേണ്ടി നമ്മളിതാ അഡ്ജോയിന്റ് കാണാൻ വേണ്ടി മൈനസ് എല്ലാം റെഡി ആക്കി വെച്ച്. സോ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് എടാ ഈ ഡിറ്റർമിനന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ എ എന്നുള്ള ആളെ അല്ലെങ്കിൽ ഇയാളെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എന്റെ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഒന്നെങ്കിൽ നമുക്ക് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, ഇഷ്ടമുള്ള പോലെ ചെയ്യല്ലേ. ഇപ്പോൾ നമ്മൾ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ 3 ആണെങ്കിൽ 3ന്റെ റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരാൾ കിട്ടിയല്ലോ. സോ മക്കളെ ഇയാളാണ് ഈ 3ന്റെ മൈനർ. സോ മൈനർ ഓഫ് എൻ എലിമെന്റ് കിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സോ മക്കളെ നമ്മളോട് അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും മൈനേഴ്സും കാണണം. സോ മൈനർ കാണാൻ പറഞ്ഞാൽ സിമ്പിൾ പ്രൊസീജിയർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എലിമെന്റ് എടുക്കുക. അപ്പോൾ ഈ 3ന്റെ മൈനർ കാണെങ്കിൽ 3 കണ്ടെയ്ൻ ചെയ്യുന്ന റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ആരുള്ളത്? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 -1 -3 2 ദാ സാർ ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇയാളെ -2ന്റെ ഇയാളെ അഡ്രസ് എന്താണ്? ഇത് A12 ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയാലോ, ഇത് A11 ആണ്, ഇത് A12 ആണ്, ഇത് A13 ആണ്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ? സോ മക്കളെ മൈനർ കാണാൻ പറഞ്ഞാൽ അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ 9 ആൾക്കാർ, ഇവിടെ 9 ആൾക്കാരുണ്ടല്ലോ, 1 2 3 4 5 6 7 8 9 ഈ 9 ആൾക്കാരെ മൈനസും കാണണം. സോ 9 ആൾക്കാർ. ഇപ്പോൾ ഇയാളെ മൈനർ ആണെങ്കിൽ ഇയാളെ റോ ആൻഡ് കോളം ഡിലീറ്റ് ചെയ്യുക, യു ഗെറ്റ് അനദർ 2/2 ഡിറ്റർമിനന്റ് മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. സോ സാർ ആ ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇയാളെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. സോ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞ മക്കൾ നിങ്ങൾക്ക് അറിയുന്ന പ്രൊസീജിയർ ആണല്ലോ. 2/2 ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഡയഗണൽ എലിമെന്റ്സിന്റെ പ്രോഡക്റ്റ് 2 × 1 അത് 2 അല്ലേ? അവിടുന്ന് ആരെ മൈനസ് ചെയ്യുക? ഇയാളെ പ്രോഡക്റ്റ് മൈനസ് ചെയ്യുക. സോ -1 × -3 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. സോ 2ൽ നിന്നും 3 കുറയ്ക്കുക. 2 - 3 എത്ര? -1. സോ അതുപോലെ എല്ലാ ആൾക്കാരും കാണണം. സാറ് പെട്ടെന്ന് എഴുതി പോകുന്നുണ്ട് കേട്ടോ. സോ സാറിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയണേ 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 - 3 എന്ന് പറഞ്ഞാൽ -1. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയി മാറില്ലേ? സോ ഇവിടുത്തെ ആൻസർ എത്രടാ? ഇവിടുത്തെ ആൻസർ എത്ര? 2 - 3 എന്നല്ല പറഞ്ഞാൽ അത് -1 ആണ്. ദെൻ അടുത്ത കേസിൽ 4 - -4 അപ്പോൾ അത് 8 ആയി മാറും. ദെൻ അടുത്ത ആളാടാ -6 - 4 -6 - 4 എന്ന് പറഞ്ഞാൽ -10 ആയി മാറും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കടാ, -4ഉം ഓൾറെഡി മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയി മാറും അല്ലേ? സോ നിങ്ങൾ ചെയ്ത് നോക്കണേ, സാറ് പറഞ്ഞുതരാം. -2 × 2 എന്ന് പറഞ്ഞാൽ അത് -4 ആണ്. -4 നമ്മൾ ആരെ കുറയ്ക്കണം? -9 കുറയ്ക്കണം. സോ -4 - -9 അതായത് പ്ലസ് ആയി മാറും അല്ലേ? സോ 9 - 4 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. സോ ഇവിടുത്തെ കേസിൽ 6 - 12 അത് -6 കിട്ടും. ആൻഡ് ഇവിടുത്തെ കേസിൽ -9 + 8 അത് -1 ആണ്. ഇവിടുത്തെ കേസിൽ 2 - 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടുത്തെ കേസിൽ -3 - 6 -3 - 6 എന്ന് പറഞ്ഞാൽ എത്ര? -9 ആണല്ലേ? ഇവിടുത്തെ നമുക്ക് ലാസ്റ്റ് ആര് കിട്ടും? 3 - -2 അതായത് 3 - -4 അല്ലേ? സോ 3 + 4 അതായത് 7. സോ നമുക്ക് എല്ലാ മൈനറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയില്ലേ? സോ മക്കളെ മൈനർ കാണല്ലാണ്ട് സാർ നേരത്തെ എന്തൊക്കെയോ പ്രൊസീജിയർ പറഞ്ഞല്ലോ. എന്തൊക്കെയാ പ്രൊസീജിയർ? ടു ഫൈൻഡ് അഡ്ജ് എ. സാർ ഇവിടെ എഴുതി വെച്ചേരട്ടോ. ടു ഫൈൻഡ് അഡ്ജ് എ സംതിങ് പറയടാ. ടു ഫൈൻഡ് അഡ്ജ് എ പ്രൊസീജിയർ എന്താ? സാർ എഴുതി കാണിച്ചാൽ നോക്കിക്കോ. ടു ഫൈൻഡ് അഡ്ജ് എ നമ്മൾ എന്ത് കാണണം? മൈനർ കാണണം. നമ്മൾ മൈനറൊക്കെ കണ്ടുപിടിച്ചല്ലോ. ഇനി നെക്സ്റ്റ് ആളാണ് കോഫാക്ടേഴ്സ്. കോഫാക്ടർ കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, മൈനറിന് നിങ്ങളൊരു സൈൻ കൺവെൻഷൻ കൊടുക്കുക. അതാ സാറ് സൈൻ കൺവെൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കടാ, ഇതാണ് സൈൻ കൺവെൻഷൻ. ഇപ്പോൾ 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3 അല്ലേ? 9 ആൾക്കാർക്കുള്ള സൈൻ കൺവെൻഷൻ സാർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു സൈൻ കൺവെൻഷൻ നിങ്ങൾ കൊടുത്താൽ മതി. ഈ സൈൻ കൺവെൻഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് നമ്മളെ ഡിറ്റർമിനന്റ് എന്ന ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മളെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ആ ക്ലാസ് കാണണം കേട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈൻ കൺവെൻഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഡിറ്റർമിനന്റ് സോൾവ് ആക്കുക, എല്ലാ കാര്യവും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നോക്കടാ, സോ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് കൊടുത്താൽ മതി. പ്ലസ് മൈനസ്, ദെൻ പ്ലസ് വീണ്ടും മൈനസ്, ദെൻ പ്ലസ് വീണ്ടും മൈനസ്, ദെൻ പ്ലസ് വീണ്ടും മൈനസ്. സോ 4 സ്ഥലങ്ങളിൽ മൈനസ് വരുന്നുള്ളൂ. എന്താണ് ഈ പ്ലസും മൈനസും? ഒന്നുമില്ലടാ. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ കീപ്പ് ചെയ്യുക. നമ്പർ എന്താണോ അത് അതുപോലെ കീപ്പ് ചെയ്യുക. മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ദി സൈൻ. ഇതാണടാ റൂള്. സോ ഈ റൂള് പ്രകാരം നിങ്ങൾ മൈനറിന് നിങ്ങൾ ഈ ഒരു സൈൻ കൊടുത്താൽ അത് കോഫാക്ടറായി മാറിക്കോളൂ. സോ സാറ് കൊടുക്കാൻ പോകണം, നോക്കിക്കോ. ഫസ്റ്റ് ഇതാളെ സൈൻ എന്താ? പ്ലസ് മൈനസ് പ്ലസ് അല്ലേ? സോ പ്ലസ് കാരണം അതുപോലെ കീപ്പ് ചെയ്യുക, മൈനസ് കാരണം സൈൻ ചേഞ്ച് ചെയ്യുക, പ്ലസ് എന്ന് പറഞ്ഞാൽ അതുപോലെ കീപ്പ് ചെയ്യുക. സോ നമുക്ക് എന്താ കിട്ടുക? -1 -8 -10. സാറ് സൈന് കൊടുത്താട്ടോ. സോ വാല്യൂ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ -1 -8 -10 അല്ലേ? -1 -8 -10. ക്ലിയർ അല്ലേ?
ഇനി നെക്സ്റ്റ് ആളെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പ്ലസ് മൈനസ് അല്ലേ. മൈനസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് എന്ന് പറഞ്ഞാൽ സൈന് ചേഞ്ച് ചെയ്യലാന്ന് നമുക്കറിയാം അല്ലേ. സോ നോക്കടാ എന്താ കിട്ടുക, -5 -6 +1 ആയി മാറില്ലേ. -5 -6 +1 -6 +1. ദെൻ ഫൈനലി A31 അല്ലേ. A31 ഇയാളെ സൈൻ എന്താ, തേർഡ് റോന്റെ സൈൻ എന്താ, പ്ലസ് മൈനസ് പ്ലസ്. സോ ഇയാളെ മാത്രം സൈന് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. സോ ഇയാളെ മാത്രം സൈൻ ചേഞ്ച് ചെയ്യാറ് ഇയാളെ ഇറക്കുക -1 ഉണ്ട്, -9 ഉണ്ട്, 7 ഉണ്ട്. സോ ഈ -9 നമ്മൾ എന്ത് ചെയ്താൽ മതി, +9 ആക്കിയാൽ മതി അല്ലേ. സോ -1 9, സോ -1 9, ദെൻ ആരുണ്ടടാ 7. റെഡി. ഇയാളെ മാത്രം സൈൻ ചേഞ്ച് ചെയ്ത്. ഇനി സാറ് നേരത്തെ പറഞ്ഞ കാര്യം എന്താ, മൈനർ കാണണം, കോഫാക്ടർ കാണണം. ദെൻ മക്കളെ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കാണണം. ഇത് കാണണം, കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ കോഫാക്ടേഴ്സ് നിങ്ങളൊരു മെട്രിക്സ് ആക്കി ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സോ ഇയാളെ മെട്രിക്സ് ആയിട്ട് ചെയ്തടാ വേഗം. നിങ്ങൾ ഈ കോഫാക്ടർ മെട്രിക്സ് പെട്ടെന്ന് റെഡിയാക്കിയോ. കോഫാക്ടർ മെട്രിക്സ് സാർ എഴുതാനുള്ള എളുപ്പത്തിന് ഇയാളെ CFM എന്ന് വിളിച്ചു കേട്ടോ. CFM എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ്. സോ കോഫാക്ടർ മെട്രിക്സ് ഇവിടെ വേഗം പറഞ്ഞടാ. കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും, CFM is equal to സാറിൻ്റെ കൂടെ പറഞ്ഞോ, ഫസ്റ്റ് -1, ദെൻ -8, ദെൻ -10, ദെൻ ആളാരാ -5 ഉണ്ട്, -6 ഉണ്ട്, 1 ഉണ്ട്, ദെൻ ആരാ -1 ഉണ്ട്, 9 ഉണ്ട്, 7 ഉണ്ട്. കോഫാക്ടർ മെട്രിക്സ് നമ്മളുടെ കയ്യിൽ റെഡിയായി. റെഡിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോഫാക്ടർ മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ ഇയാളെ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ അഡ്ജോയിന്റ് കിട്ടും അല്ലേ. സാർ എന്താ പറഞ്ഞത്, ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് അഡ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അപ്പോൾ അഡ്ജോയിന്റ് കിട്ടി. അഡ്ജോയിന്റ് കാണലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് കേട്ടോ. സോ ദെർഫോർ സാർ ഇവിടെ അഡ്ജോയിന്റ് സൈഡിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. സോ ദെർഫോർ അഡ്ജോയിന്റ് അഡ്ജ് എ ഈസ് ഈക്വൽ ടു കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. സോ ഇയാളുടെ ട്രാൻസ്പോസ് എന്താ വേഗം പറയടാ, -1 -5 -1, ദെൻ ആരാ -8 -6 9, ദെൻ ആരാ -10 1 7. റെഡി അല്ലേ. സോ നമുക്ക് അഡ്ജോയിന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയില്ലേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അഡ്ജോയിന്റ് കാണാനല്ലേ. നോക്കടാ സെക്കൻഡ് ക്വസ്റ്റ്യൻ അഡ്ജോയിന്റ് കാണാനല്ലേ. സോ നമ്മൾ അഡ്ജോയിന്റ് അടിപൊളിയായി കണ്ടുപിടിച്ച്. ഇനി അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് കാണാൻ പറയുന്നത് എന്താ, സോൾവ് ദ സിസ്റ്റം യൂസിങ് മെട്രിക്സ് മെത്തേഡ്. സോ അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ അല്ലടാ, ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്തൂടെ. എന്താ നിങ്ങളൊന്ന് പറഞ്ഞാൽ, അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എങ്ങനെ ചെയ്യുക. അഡ്ജോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല അറിയില്ലേ. A ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല സാർ ഇത് അവിടെ എഴുതാൻ പോകണം, നോക്കിക്കോ. സോ വി ഹാവ് A ഇൻവേഴ്സ് is equal to എന്താ ഫോർമുല, എന്താ 1/determinant A into adjoint. സിമ്പിൾ അല്ലേ. സോ മക്കളെ ഈ ഒരു ഫോർമുല വെച്ച് നമ്മൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ നമുക്ക് ഡിറ്റർമിനന്റ് കൂടി കണ്ടുപിടിക്കാം അല്ലേ. സോ നമ്മളിവിടെ ഡിറ്റർമിനന്റ് കണ്ടില്ലല്ലോ. സോ സാറ് പെട്ടെന്ന് ഡിറ്റർമിനന്റ് കാണാൻ പോകാം കേട്ടോ. സോ ഇതാണ് നമ്മൾ A എന്ന് പറഞ്ഞത് അല്ലേ. സോ ഇവിടെ സാറ് ഡിറ്റർമിനന്റ് ഇവിടെ കണ്ടുവെക്കാം. ഇവിടുത്തെ കേസിൽ ഡിറ്റർമിനന്റ് A is equal to സാറ് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്, 3 × 3 നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ മൈനർ റോണ്ടല്ലേ. നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാറില്ല, അതിൻ്റെ റോ ആൻഡ് കോളം ഒഴിവാക്കാം. സോ ഇയാൾ ഡിറ്റർമിനന്റ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, -1. സോ 3 × -1 ലെടാ, 3 × -1. ദെൻ അടുത്ത ആളാരാ -2 ആണ്, അവിടുത്തെ സൈന് പ്ലസ് ആണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ലൈവിൽ പറയുന്നുണ്ട് കേട്ടോ, ഡിറ്റർമിനന്റ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ലാന്ന് സാറിന് മനസ്സിലായി, അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈവ് കണ്ട് കൃത്യമായിട്ട് പഠിക്കാം. സോ ഇനി ആരാടാ, -2 ആണ് അവിടുത്തെ നമ്പർ, ബട്ട് അവിടുത്തെ സൈന് മൈനസ് ആണ്. സോ അത് പ്ലസ് ആക്കി മാറ്റണം അല്ലേ. സോ നമുക്കറിയാം 3 × -1, ദെൻ ആരാടാ +2 × അടുത്ത ആളാരാ, ഇനി 2നെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അവിടുത്തെ മൈനർ ആരാ നോക്കടാ, 2 × 8 അല്ലേ, 2 × 8. ഓക്കെ, അതും കിട്ടി. നെക്സ്റ്റ് ആരാ, നെക്സ്റ്റ് ആള് 3 ആണ്, അവിടുത്തെ സൈന് പ്ലസ് ആണ്, +3 × ഇനി 3നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അവിടുത്തെ മൈനർ ആരാ -10. സോ 3 × -10. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് -3 + 16 -30 -17 കിട്ടും. സോ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. സോ അഡ്ജോയിന്റ് ഇതാ ഇവിടെ റെഡിയായി. സോറി, A ഇൻവേഴ്സ് ഇവിടെ കിട്ടിയില്ലേ. സോ A ഇൻവേഴ്സ് is equal to, therefore A ഇൻവേഴ്സ് is equal to ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് 17 കിട്ടി, -17 കിട്ടി, 1/-17 × ഇനി ആ ആളാരായിരുന്നു, -1 -5 -1 അല്ലേ, -1 -5 -1. ദെൻ ആളാരാടാ, -8 -6 -9, -8 -6 9 ആൻഡ് ഫൈനലി -10 1 7. സോ A ഇൻവേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. ഇനി മക്കളെ A ഇൻവേഴ്സ് കിട്ടിയ അൺനോൺ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താ നമുക്കറിയില്ലേ. X കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം A ഇൻവേഴ്സിനെ
ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമ്മളെ റിക്വയർഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് നമുക്കറിയാം. സോ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണെങ്കിൽ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിയല്ലോ. ഇനി സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ എ ഇൻവേഴ്സിനെ ജസ്റ്റ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മളെ ആൻസർ ആയി. ഫൈനലി 6 മാർക്ക് നമ്മൾ ഇപ്പോൾ എത്തിക്കട്ടോ. 6 മാർക്കിലേക്ക് എത്താൻ പോവാണ് മക്കളെ. ഇത് കൃത്യമായി ചെയ്ത് പഠിക്കണം. അതിൽ മൈനർ കാണുന്ന സ്ഥലമാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഫൈനലി എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ സാറ് പറഞ്ഞത്. എ ഇൻവേഴ്സ് ആരാ 1/-17 ഇൻറ്റു -17 നമുക്ക് ലാസ്റ്റ് ഉള്ളിലേക്ക് കൊടുത്താൽ മതി കേട്ടോ. -1 -5 -1 -8 -6 9 -10 1 7. ഇയാൾ നമ്മൾ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ആരായിരുന്നടാ? ബി എന്ന് പറഞ്ഞാൽ 814 അല്ലേ. ഇയാൾ നമ്മൾ 814 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു 814 ഈക്വൽ ടു 1/-17 ഇൻറ്റു നിങ്ങൾ ആ ഉള്ളിലുള്ള മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ സാറ് ഡയറക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. ഈ റോ ഈ കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സാറ് വീണ്ടും പറയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെട്രിക്സിൻ്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് അടിപൊളി മെത്തേഡിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. സാർ ഇവിടെ പെട്ടെന്ന് ചെയ്യാൻ പോട്ടോ. -8 -5 -4 അതായത് -17 കിട്ടും. ക്ലിയർ അല്ലേ? എത്ര കിട്ടടാ? -17 കിട്ടും. അടുത്തതിൽ -64 -6 + 36. സോ നമുക്ക് -34 കിട്ടും. ആൻഡ് ഫൈനലി -80 + 1 + 28. സോ ഫൈനലി നമുക്ക് അവിടെ 51 കിട്ടും. -51 കിട്ടും. സോ നിങ്ങൾ ജസ്റ്റ് ഈ വാല്യൂസ് പുറത്തൊരു 1/17 ഉണ്ടല്ലോ, അയാൾ ഉള്ളിലേക്ക് കൊടുത്തോ. അയാൾ ഉള്ളിലേക്ക് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 17/17 അത് 1 ആണ്. 34/17 അത് 2 ആണ്. 51/17 അത് 3 ആണ്. പുറത്തും ഉള്ളിൽ മൈനസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആ മൈനസൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത്. സോ നമ്മൾ ആൻസർ ആയി, അതായത് എക്സിന്റെ വാല്യൂ ആയില്ലേ. സോ ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയടാ? എന്ത് കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ലേ. 1 2 3 കിട്ടിയില്ലേ. എക്സ് ഇസ് ഈക്വൽ ടു XYZ ആയിരുന്നു. അതിന്റെ വാല്യൂസ് നമുക്ക് എന്ത് കിട്ടി? 1 2 3 കിട്ടി. ക്ലിയർ അല്ലേ? 1 2 3 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈൻ്റെ വാല്യൂ 2 ആണ്, ആൻഡ് സെറ്റിൻ്റെ വാല്യൂ 3 ആണ്. ദാറ്റ്സ് ഓൾ. സോ മക്കളെ, ഈ ഒരു 6 മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ 6 മാർക്ക് നിങ്ങൾ മിസ്സാക്കരുത്. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. സോ അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യനുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയ്ക്കും മക്കളെ, ബൈ ബൈ.